മാസ്റ്റർപീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉള്ളത് ചെമ്മാടാണ്. മലപ്പുറം ജില്ലയിലെ ചെമ്മാട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് വിമാനം ഉണ്ടാക്കാനാണോ അല്ലല്ലോ, സ്വന്തമായിട്ടൊരു വിമാനം ഉണ്ടാക്കി പറത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. അപ്പോൾ അത് കാണാമെന്നതാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയത്. നമ്മുടെ ആഷിഫും ജുനൈദും ഉണ്ടാക്കിയ ഒരു വിമാനം ഒന്നല്ല കേട്ടോ, ഒരുപാട് തരം. നമ്മൾ സാധാ കാണുന്ന വിമാനം എങ്ങനെയാണോ പറക്കുന്നത് അതേപോലെ പറത്തിയെടുക്കാൻ പറ്റിയ വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പറത്തുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. മാസ്റ്റർപീസിൽ ബ്ലോഗിൽ നമ്മൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയക്കാം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ അടക്കാം. ആഷിഫിൻ്റെയും ജുനൈദിൻ്റെയും വിമാന കമ്പനിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വിമാനങ്ങളാണ് കാണുന്നത്. ഫെഡെക്സ് ഉണ്ട്, കേരള എയർ ഉണ്ട് അല്ലേ, പുതിയ കമ്പനിയാണ്, ഗോഡ്സ് ഓൺ കൺട്രി. പിന്നെ അതുപോലെ തന്നെ രണ്ട് യുദ്ധവിമാനം വിമാനങ്ങളുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പേരെന്താ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഡ്രോൺ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പബ്ജി ഒന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വിമാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ സ്വയം തന്നെ പരിചയപ്പെടുത്താട്ടോ. ജുനൈദ് എന്ന് പറയുന്ന ബ്രോ ഇതാണ്. അതെ, അപ്പോൾ ആസിഫ്. അപ്പോൾ ആസിഫിൻ്റെ ജുനൈദിൻ്റെ വിശേഷങ്ങളാണ്. 6 വിമാനങ്ങളാണ് ഇവർ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കി പറത്തി കാണിച്ചത് അല്ലേ. ചില വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടുകാരോട്, നമ്മളടുത്തുള്ള പ്രദേശക്കാരോട് നമ്മളിതാ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു വിമാനങ്ങളുടെ കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, ഇങ്ങനെ ഒരു വിമാനം ഉണ്ടാക്കാനുള്ള? അത് നമ്മൾ ചെറുപ്പം മുതലേ പ്ലെയിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡൽസ് പ്ലെയിനിലേക്ക് വന്നത്. ഓക്കെ. രണ്ടുപേരും എന്താ പഠിച്ചത്? ഞാൻ ITI പഠിച്ചു. ഞാൻ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് പഠിച്ചു. കുറച്ച് ഇതിനോട് കുറച്ച് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പറത്താൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ മെഷീനറിയും കാര്യങ്ങളിലാണ്, അതിനെക്കുറിച്ചാണ് കാര്യങ്ങളായിട്ട് ചോദിക്കാനുള്ളത്. ഈ കേരള എയർ ആണ് ഇപ്പോൾ നമ്മൾ പറപ്പിക്കാൻ പോകണേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊപ്പല്ലറും അതുപോലെ തന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണിത്, വാങ്ങിച്ചാണോ എങ്ങനെയാണ് സെറ്റ് ചെയ്ത്? അതായത് ഇത് പ്രൊപ്പല്ലറും മോട്ടറൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ്. ഓക്കെ. അതിന് ഏകദേശം എമൗണ്ട് എത്ര വരുന്നുണ്ട്? എന്ത് പ്ലെയിനിന് മൊത്തമായിട്ടാണ്? ഫ്ലൈറ്റ് മൊത്തമായിട്ട് 8 രൂപ റേഞ്ചിലൊക്കെ വരും. റിമോട്ട്, ബാറ്ററി എല്ലാം കൂടിയാണ്ട്. എത്ര ദൂരം പറപ്പിക്കാൻ കഴിയും? അത് ഈ റിമോട്ട് 1 കിലോമീറ്ററാണ് പറയുന്നത്. അതിൻ്റെ ഒരു 500 മീറ്റർ പറപ്പിക്കാൻ പറ്റും. എത്ര സമയം എടുത്തു ഏകദേശം? ഇതൊരു മാസം ആയിക്കണം ഉണ്ടാക്കി എടുക്കാൻ. ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാനായിട്ടല്ലേ. ഇത് ഫുള്ള് തെർമോക്കോളാണല്ലേ? തെർമോക്കോളാണ്, ഉള്ളിലൊന്നുമില്ല. കേരള എയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ടതാണോ? അതെ, നിങ്ങൾ പേരിട്ടതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ ഒരു വിമാനം ഇറങ്ങട്ടെ. എന്തായാലും കേരള എയർ എന്ന് ഇടാം. ഇത് ഫെഡെക്സ്. ഇത് മുന്നുണ്ടാക്കി, ഇതിനെക്കാട്ടിയും മുന്നുണ്ടാക്കിയ സാധനമായിരുന്നു. ഇതിപ്പം പ്രവർത്തിക്കൂലേ? അതായത് ഈ ഫെഡെക്സ് നല്ല സ്പീഡായിരിക്കും. സാധാ ജെറ്റ്, നമ്മളെ ഫൈറ്റർ ജെറ്റ് പറക്കുന്ന പോലെ തന്നെ ആയിരിക്കും. നല്ല സ്പീഡിലായിരിക്കും ഇത് പറക്കുന്നത്. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ശരിക്കൊരു യുദ്ധവിമാനം പറക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇതിന്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് രണ്ടും ഒരേ രീതിയിലാണ്, ഒരേ സംഭവം തന്നെയാണ്. F-22 റാപ്റ്റർ എന്ന് പറയും. എല്ലാത്തിനും പേരിട്ടിട്ടുണ്ടല്ലേ. ഇതിനെ കുറിച്ചോ? ഇത് ഒരു ബിഗിനർ പ്ലെയിൻ ആണ്. ഫസ്റ്റ് ടൈമിൽ ഒരാൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡൽ ഉണ്ടാക്കിയാൽ സക്സസ് ആവും. കാരണം ഇതിന്റെ ബാക്കിലാണ് പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ വിമാനം ഇത് തന്നെയാണ്? അതെ. ഓക്കെ. ക്രാഷിലൊക്കെ ഒരുപാട് സാധാരണ ഫ്രണ്ടിലൊക്കെ ഇത് വരുമ്പോൾ ക്രാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. അപ്പോൾ ഇത് ബാക്ക് സൈഡിലാകുമ്പോൾ എന്താ നമുക്ക് പരമാവധി ആ ക്രാഷും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് എടുക്കാം. ബാക്ക് സൈഡിലാണ് വരുന്നത്. പിന്നെ ഒരു ഡ്രോൺ ഉണ്ട് അല്ലേ? അത് ഡ്രോൺ നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്തതാണ്. പിന്നെ പബ്ജി പ്ലെയിൻ. അപ്പോൾ ഇത് കളർ ആദ്യം വേറെ ഗ്രേ കളറായിരുന്നു, പിന്നെ അതിലേക്ക് ചേഞ്ച് ചെയ്ത വൈറ്റ് ആക്കിയിട്ട്. പക്ഷേ ഇതൊക്കെ നല്ല ഹൈറ്റിൽ പറന്ന് നമ്മൾ പ്ലെയിൻ കണ്ടീഷൻ ആക്കി എടുത്താണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യാണ്. ഓരോന്നായിട്ട് പറത്തി നോക്കാം എത്രത്തോളം ഇവരുണ്ടാക്കിയ ഒരു സംഭവം. ഇപ്പോൾ ഇതിൽ ആ ഒരു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ കേരളീയ എന്നൊക്കെ പറഞ്ഞാൽ, അത് ഫ്ലൈറ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ മെത്തേഡ് അല്ലേ, അതേ മെത്തേഡ് തന്നെയാണ് ഇവർ ഉപയോഗിച്ച്. അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ അതേപോലെ തന്നെ. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഇതിലേക്ക് ബാറ്ററി കൊടുക്കുക അല്ലേ. ഏതാണ് ബാറ്ററി? ഇത് ഓറഞ്ചിൻ്റെ 2200 mAh ബാറ്ററി. ഇവർ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത് ആദ്യം ഒരു ബാറ്ററി എടുത്തതിന് ശേഷം അത് ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഈ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ എത്ര ടൈം പറത്താൻ പറ്റും? ഇതൊരു 8 മിനിറ്റ് ഒക്കെ പറത്താൻ പറ്റും. 8 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ ഇട്ടിട്ട് വേറെ ബാറ്ററി കണക്ട് ചെയ്യും, എന്നിട്ട് പിന്നെയും വിടും. ഓക്കെ. അപ്പോൾ നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞ സംഭവം ഇതാട്ടോ. ഇതിലാണ് എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ റിസീവർ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. ഇതിൽ ബാറ്ററി കണക്ട് ചെയ്യുക, അതിനുശേഷം ഇതിൽ നിന്ന് റിസീവർ എടുത്തിട്ട് വേറെ റിസീവർ കൊടുക്കുക അല്ലേ. നമ്മൾ ഈ റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഈ റിമോട്ടിന് അടുത്തോട്ട് ഇതാക്കുമ്പോൾ പ്ലെയിന് ഈ 2 സർഫസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതായത് ഇതിൻ്റെ എലിറോൺസ് എന്ന് പറയും. പ്ലെയിനെ സ്റ്റേബിൾ ആക്കാനായിട്ട്, പ്ലെയിന് പെട്ടെന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനെ നിർത്താനായിട്ട്
ഉള്ള അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അതിന് എലിറോൺസ് എന്ന് പറയും. അത് കൺട്രോൾ ചെയ്യാനാണ് ഈ സ്റ്റിക്ക് റൈറ്റ് സൈഡിലുള്ള. ഈ സ്റ്റിക്ക്. പിന്നെ ബാക്കത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലും 2 ഇതേപോലെ ഉണ്ട്. അതിന് അതിന് വേണ്ടി എലിവേറ്റർ എന്ന് പറയും. അതായത് പ്ലെയിൻ പൊക്കാനും താത്താനും. ഇത് താഴോട്ടാക്കുമ്പോൾ പ്ലെയിൻ പൊങ്ങും, മേലോട്ടാക്കുമ്പോൾ പ്ലെയിൻ താവും. ഓക്കെ. പിന്നെ ഇത് എഞ്ചിന്, അതായത് ത്രോട്ടിൽ ഇത് എടുക്കുന്നതിനനുസരിച്ച് മോട്ടറിൻ്റെ സ്പീഡ് കൂടി വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻജിൻ കൺട്രോൾ അല്ലേ? ഇത് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ തന്നെ അതിൻ്റെ പവർ കാണണം. പ്രൊപ്പല്ലർ കാണുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇനിയുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് അവർ തന്നെ പറത്തി നോക്കട്ടെ. അപ്പോൾ ഏതായാലും തുടങ്ങല്ലേ. നമ്മളെ ഡ്രോണും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗ്രൗണ്ടാട്ടോ, ചെമ്മാടനുള്ള വലിയൊരു ഗ്രൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേക്ക് ഓഫ് തുടങ്ങാം കേട്ടോ. അപ്പം നമ്മുടെ ഡ്രോണും ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ പോകാൻ പോണേ. ഡ്രോണിനേക്കാളും സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ്. ഓ അടിപൊളിയില്ലേ? അപ്പോൾ നമ്മൾ 1-2 റൗണ്ട് അടിച്ചു കിട്ടുക. നമ്മൾ ഈ ഗ്രൗണ്ടിൽ 1-2 റൗണ്ട് അടിച്ചു. അപ്പോൾ ഇനി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഒരു പരുന്നുണ്ട്, ഒരു ഡ്രോൺ ഉണ്ട്, ഒരു വിമാനമുണ്ട്. എവിടെ സാധനം കാണില്ലല്ലോ. ഇറങ്ങിയോ? ഓ, അപ്പോളേ ഇതിൻ്റെയൊക്കെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ കേട്ടോ. ട്രാൻസ്മിറ്ററും റിസീവറും ഇത് രണ്ടും പാടെ ഒരു സെറ്റ് അങ്ങനെ വാങ്ങിച്ചായിട്ട് ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ എല്ലാത്തിനും ഓരോന്ന് പറത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതിവിടെ ഇപ്പോൾ ഒരു സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് ശേഷം ഇത് ചെക്ക് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലൈറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പറത്തുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മുടെ യുദ്ധവിമാനാണ് ഇനി പറത്താൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നമ്മുടെ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്, ഫൈറ്റർ ജെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഈ ഒരു വിങ്സോ, ഓക്കെ, എലിവേറ്ററും അതുപോലെ തന്നെ ഇതൊക്കെ റെഡി അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മൾ നിലത്ത് വെച്ചിട്ടല്ല ലാൻഡ് ചെയ്യുക അല്ലേ, നമ്മൾ കയ്യിൽ നിന്നാണ് വിടുക ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. യുദ്ധവിമാനം കേട്ടോ. ഇത് അപാര സൗണ്ടാട്ടോ, കുറേ ദൂരം പോയി ഭയങ്കര സൗണ്ടാണ്. ഇങ്ങോട്ട് എൻ്റെ കേൾക്കുന്നത് യുദ്ധവിമാനം തന്നെയാണ്. ഓക്കെ, നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് താഴ്ത്തി പറത്താട്ടോ. അതായത് താഴെ നമ്മൾ അടുത്ത് കൂടെ പറത്താണ്. അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ. ലാൻഡിങ്. ഓക്കെ, അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. എവിടെ, കയ്യിലേക്ക് ലാൻഡ് ചെയ്യാം? ഓക്കെ, വന്നു.
അടിപൊളി അടിപൊളി. നമുക്ക് ഷോട്ട് കിട്ടി, നമുക്ക് ഷോട്ട് കിട്ടി. സംഭവം തന്നെ അടിപൊളിയല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഇവർ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകളുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് FT എക്സ്പ്ലോറർ. ഇതാണ് കേട്ടോ ഇവർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആദ്യമായിട്ട് സക്സസ് ആയിട്ട് ഇങ്ങനെ പറന്ന ആ ഒരു വിമാനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മളൊന്ന് പറത്തി നോക്കാം. ഇതാകുമ്പോൾ ഇവർക്ക് നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് പറത്താനും കഴിയും, കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പ്രൊപ്പല്ലറും കറക്കി. ഓക്കെ, അപ്പോൾ ഇത് കയ്യിൽ നിന്ന് തന്നെയാണോ അല്ലേ? ലാൻഡിംഗ് ഇല്ല, അതുകൊണ്ട് ഫുള്ള് കയ്യിൽ നിന്ന് തന്നെ പറയും. വളരെ റെഡി. അപ്പോൾ നമ്മുടെ ജുനൈദും ആഷിഫും റെഡിയാണ്. ഓക്കെ, ഇത് മാക്സിമം എത്രത്തോളം പൊക്കാൻ പറ്റും? അത് നല്ല പൊങ്ങും, പക്ഷെ ഇപ്പം നമുക്ക് പൊക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ഇറക്കിയാലോ? ഇറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ഹൈറ്റിൽ പോയിട്ടോ, കണ്ണിന് കാണാത്ത രീതിയിലായി. അപ്പോൾ ഇതാ വരുന്നുണ്ട്. എഞ്ചിൻ ഓഫാക്കിണ്ടാ? എഞ്ചിൻ ഓഫാക്കിയിട്ട് ഇറങ്ങണേ. അപ്പോൾ ഇതായിട്ട് കൺട്രോൾ ഇല്ല ഇപ്പോൾ. വെറും ഇതിൻ്റെ മറ്റേത് മാത്രമേ കൺട്രോൾ ഉള്ളൂ. അപ്പോൾ എഞ്ചിൻ ഓണാക്കി ഓഫാക്കിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി. പിന്നെ കൈ കാക്കാൻ നോക്കണേ. ഓക്കെ, പരീക്ഷണം ചിലപ്പോൾ സക്സസ് ആവില്ല. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കൈക്കാരന് വേറൊരു കയ്യിലിട്ടിന്. അത് കിട്ടിയിട്ടില്ല. ഓക്കെ, അടിപൊളി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അവസാനത്തത് അല്ലേ? ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ? ലാസ്റ്റ് ഉണ്ടാക്കിയതാ പച്ച. ഓക്കെ ഓക്കെ, PUBG പ്ലെയിൻ ആണ് ഈ വരുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് പറത്തി നോക്കാം. ഇതിനെല്ലാത്തിനും വരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസീവറും അതുപോലെ തന്നെ ഒരു റിമോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക, അതിന് ശേഷം എല്ലാം കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് പറത്താൻ പോകുന്നത് PUBG പ്ലെയിൻ ആട്ടോ. അതെ, റെഡി. ഇത് അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. റെഡി. ഒരു ചെരിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വൈറ്റ് കളറായതുകൊണ്ട് ക്യാമറയിൽ നിങ്ങൾ കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ഹൈറ്റിൽ പോയിട്ടോ. അത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചാണല്ലോ വരുന്നത്. അടിപൊളി. ഇത് കറക്റ്റ് കുറച്ച് ഹൈറ്റിൽ വരുമ്പോൾ നമ്മൾ സാധാ പ്ലെയിന് പോകണ ഒരു ഫീൽ തന്നെ കിട്ടുന്നില്ലേ? കറക്റ്റായിട്ട് പോകും. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അവിടുന്ന് എൻജിൻ ഓഫ് ചെയ്തു. ഓക്കെ ഓക്കെ, നമ്മൾ സേഫായി നിൽക്കണം. അടിപൊളി. പറയണോ? ഓക്കെ, അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്തിട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ വിമാന പറത്തലൊക്കെ കഴിഞ്ഞു. സംഭവം കണ്ടോ, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. പിന്നെ കാറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറത്തിയിരിക്കുന്നത്. അപ്പോൾ ജുനൈദിൻ്റെയും ആഷിഫിൻ്റെയും ഈ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചില്ലറല്ല, ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് നാട്ടുകാർ പറഞ്ഞത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്ത് തന്നെ എയർപോർട്ട്, ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് എയർപോർട്ട് ഉണ്ട്. അവിടെ പോയി നിന്ന് ജുനൈദ് ഇങ്ങനെ നോക്കി കേൾക്കണ്ടെന്ന് പറഞ്ഞു. കൊണ്ടോട്ടി പോയി കഴിഞ്ഞാൽ അപ്പം എയർപോർട്ടിലൊന്ന് പോയിട്ട് വരുള്ളൂ പറഞ്ഞു. ആ മാസ്ക് ഒന്ന് താത്തി കൊടുത്ത ആളൊന്ന് കാണായിരുന്നു. ഞങ്ങൾ നേരെ കണ്ടിട്ടില്ലേ, വന്നപ്പോൾ മുതൽ മാസ്ക് ഇട്ടിക്കുക. അപ്പോൾ ഏതായാലും ഈ അല്ല, അതിന് മുമ്പ് ജുനൈദിനോട് ഒരു കാര്യം ചോദിക്കാണ്ട്, എന്താ ആഗ്രഹം ശരിക്കും?
എനിക്ക് ഈ ഫ്ലൈറ്റിനോടാണ് കൂടുതലായിട്ട് ആഗ്രഹമുള്ളത്. അപ്പം ഈ ഫീൽഡിലേക്ക് ഒന്നാണ്. ഒരു പൈലറ്റ് ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആഷിഫിന്റെ ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നുണ്ടോ? ഇതുപോലെ IT-ൽ ചെയ്തിട്ട് ഓരോ മേഖലയൊക്കെ ഉയർന്നു പോകാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് നൈബ്രോസ് അല്ലേ? യൂട്യൂബ് ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അവർ ഇതിന്റെ വീഡിയോസ് ഇതുപോലുള്ള മേക്കിംഗ് വീഡിയോസ് ഒക്കെ അതിൽ ഇഷ്ടംപോലെ ഇടുന്നതാണ്, ഡ്രോണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഇതിൽ അവസാനമായിട്ട് പറത്തിയ ഫ്ലൈറ്റ് ഉണ്ടല്ലേ, എന്തായിരുന്നു അതിൻ്റെ പേര്? PUBG അല്ല, അതിന് മുമ്പുള്ള നീല കളറിൽ FTS. അതൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ എന്താ പല ആളുകളും ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇവർ തന്നെ കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. കാരണം ഇത് കറക്റ്റ് ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണ് പറക്കുന്നത് അതിൻ്റെ അതേ രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. തെർമോകോൾ കൊണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ അടുത്ത ഫെഡെക്സിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ജുനൈദിനും അതുപോലെ തന്നെ ആഷിഫിനും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഉയരങ്ങളിലെത്തട്ടെ, അതാണ് ഇവരോടാ പറയേണ്ടത്. ഉയരങ്ങളിലെത്തട്ടെ, ഉയരങ്ങളിലേക്ക് പോകണം. പിന്നെ ഇതുപോലത്തെ ഒരു ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ കയറ്റി പോകുന്ന ഒരു എന്താ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണം ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ ഈ ഒരു വീഡിയോ അല്ലേ, നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയക്കാം. നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മളതിൽ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച് തരാം കേട്ടോ. ലോകം പുറത്തറിയട്ടെ അല്ലേ ഓരോരോ കഴിവുകളും. ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.